വെൽക്കം ബാക്ക് ടു ലോ സ്പാർക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ലീഗൽ മാക്സിം ആണ്. ആക്ഷോ പേഴ്സണാലിസ് മൊറിറ്റർ കം പേഴ്സോണ എന്ന് പറഞ്ഞ ലീഗൽ മാക്സിം ആണ് പഠിക്കാനുള്ളത്. നമുക്ക് ഈ ഒരു ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റി LLB മൊഡ്യൂൾ ബേസ്ഡ് ട്യൂഷൻസ് ആയിരിക്കും. ഓരോ സബ്ജക്റ്റിലെയും ഓരോ ഫസ്റ്റ് മൊഡ്യൂളിലെ വീഡിയോ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി നോട്ട്സിനും അതുപോലെ ബാക്കി ക്ലാസ്സിനും വേണ്ടിയിട്ട് ഈ താഴെ കാണുന്ന വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ പെയ്ഡ് ക്ലാസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ലീഗൽ ലാംഗ്വേജിൽ 6 മാർക്കിന് ചോദിക്കുന്നത് ലീഗൽ മാക്സിം ആണ്. അപ്പം ഈ ആക്ഷ്യോ പേഴ്സണാലിസ് മൊറിറ്റർ കം പേഴ്സോണ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഒരു എ എന്ന് പറഞ്ഞൊരു വ്യക്തി, എയും ബി രണ്ട് വ്യക്തികളുണ്ട്. അപ്പോൾ അതിലൊരു വ്യക്തി എന്ത് ചെയ്തു, വേറൊരു ബി എന്ന് പറഞ്ഞ വ്യക്തിയെ അപമാനിച്ചു. അപ്പോൾ എന്നിട്ട് കേസ് നടക്കുകയാണ് കോടതിയിൽ. കേസ് നടക്കുന്ന ആ സമയത്ത് അതിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടി, ഇപ്പോൾ ഒന്നെങ്കിൽ അപമാനിച്ച വ്യക്തിയാവാം അല്ലെങ്കിൽ അപമാനിക്കപ്പെട്ട വ്യക്തിയാവാം, ആരും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പാർട്ടി മരിച്ചാൽ കേസ് അവിടെ വെച്ച് തീരും. അല്ലാതെ ബാക്കിയുള്ള കേസ് പോലെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് കൈമാറി അങ്ങനെയൊന്നും പോകത്തില്ല. അതാണ് ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മീനിങ്. പേഴ്സണൽ ആക്ഷൻ ഡൈസ് വിത്ത് ദ പേഴ്സൺ. ആ ഒരു പേഴ്സണൽ ആക്ഷനും ആ ഒരു ആൾ മരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ പേഴ്സണൽ ആക്ഷൻ അവിടെ വെച്ച് തീരുന്നു. ഇറ്റ് ഈസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പിൾ ഓഫ് കോമൺ ലോ ആൻഡ് ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ടോട്ട് ആൻഡ് സിവിൽ ലോ. നമ്മൾ സിവിൽ ലോയിലാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പിൾ ആണ് നമ്മുടെ കോമൺ ലോയിൽ. അതുപോലെ ഈ ഒരു മാക്സിം എന്താണ് പറയുന്നത്, ഇഫ് എ പേഴ്സൺ എൻറ്റൈറ്റിൽഡ് ടു ബ്രിങ് എ പേഴ്സണൽ ലീഗൽ ആക്ഷൻ ഡൈസ്, ദ റൈറ്റ് ടു ബ്രിങ് ദാറ്റ് ആക്ഷൻ ഓൾസോ ഡൈസ് വിത്ത് ദം. എന്നുവെച്ചാൽ ഒരാൾ എന്ത് ചെയ്യുന്നു, ഇപ്പം ഒരാൾ മരിച്ചുപോയി, ആ ഒരു അപമാനിച്ച ആൾ മരിച്ചുപോയി എന്നാൽ നമുക്ക് അതിനെതിരെ കൊടുക്കാൻ പറ്റും ആ ലീഗൽ ആക്ഷനും അതിൻ്റെ കൂടെ അങ്ങ് മരിക്കുന്നു. എന്നുവെച്ചാൽ അവിടെ തീരുന്നു. പിന്നെ നമുക്ക് അതിനെതിരെ ഒരു ലീഗൽ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള അവകാശം നമുക്കില്ല. അതുപോലെയാണ് ഇപ്പോൾ ഒരു പേഴ്സൺ അഗേൻസ്റ്റ് ഹൂം ദ ആക്ഷൻ വാസ് ടു ബി ബ്രോട്ട് ഡൈ, ദ ആക്ഷൻ cannot be pursued against their estate. എന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു, അപ്പോൾ അതിന് ഒരു നഷ്ടപരിഹാരം ചോദിക്കാൻ വേണ്ടി അയാളുടെ പ്രോപ്പർട്ടി അങ്ങനെ നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റത്തില്ല. ആ ഒരാൾ മരിക്കുമ്പോൾ ആ ഒരു വ്യക്തിയോട് കൂടി അതവിടെ തീരുകയാണ്. അതാണ് ഈ ഒരു മാക്സിമിൽ പറയുന്നത്. ഇതിന്റെ ഒറിജിനും മീനിങ്ങും ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഈ ഒരു മാക്സിം, ദിസ് മാക്സിം ഒറിജിനേറ്റ് ഫ്രം റോമൻ ലോ. ഇത് റോമൻ ലോയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത് ഈ ഒരു മാക്സിം. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ഇംഗ്ലീഷ് കോമൺ ലോയും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിലോസഫി പറയുന്നത് തന്നെ ഇസ് ദാറ്റ് certain personal right and obligation are unique to the individual and cannot be passed on to heirs or legal representatives. അപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ എന്താണ്, ഈ പേഴ്സണൽ റൈറ്റ് അതുപോലെ ഒരു ഒബ്ലിഗേഷൻ യുണീക്ക് ആണ്. വെച്ചാൽ ആ ഒരു ഇൻഡിവിജ്വലിന് മാത്രം ഒതുങ്ങുന്ന ഒന്നാണ്. അത് നമുക്ക് വേറെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഇങ്ങനെ പാസ് ചെയ്ത് പോകാനൊന്നും പറ്റത്തില്ല. Personal action are those that deal with personal wrong, such as defamation, assault, or false imprisonment, was affect a person's body, reputation, or feelings, rather than the property or contractual interest. അപ്പോൾ നമ്മൾ പൊതുവായിട്ട് പറഞ്ഞ ഈ ഒരു റോങ് ഏതൊക്കെയാണ്, പേഴ്സണൽ റോങ് എന്ന് പറഞ്ഞാൽ ഡീഫാമേഷൻ, അല്ലെങ്കിൽ അസോൾട്ട്, അല്ലെങ്കിൽ ഫോഴ്സ് ഇംപ്രിസൺമെന്റ്, ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ പറയുന്നത്. ഇതൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരാളുടെ മീൻസ് ഒന്നെങ്കിൽ ബോഡി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടേഷൻ, അവരുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഫീലിങ്സ്, അതൊക്കെ ആയിരിക്കും മെയിനായിട്ട് ബാധിക്കുന്നത്. അപ്പോൾ ആ ഒരാൾ മരിച്ചാൽ അവിടെ എന്ത് ചെയ്യുന്നു, കേസ് തീരണം. അല്ലാതെ നമുക്കിത് അവരുടെ പ്രോപ്പർട്ടിയിലോട്ടോ കോൺട്രാക്ച്വൽ ഇൻട്രസ്റ്റിലോട്ടൊന്നും പോകത്തില്ല. കാരണം ഇതേപോലെ ഡീഫാമേഷൻ, അസോൾട്ട് ഇതൊക്കെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിയിലെ റെപ്യൂട്ടേഷനും ഫീലിങ്സിനെയൊക്കെ മാത്രമേ ബാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി മരിക്കുമ്പോൾ തന്നെ, മീൻസ് ഏത് പാർട്ടിയാണ്, ഏതെങ്കിലും ഒരു പാർട്ടി അവിടെ മരിക്കുമ്പോൾ കേസ് അവിടെ വെച്ച് എന്ത് ചെയ്യുന്നത്, തീരുന്നത്. ഈ മാക്സിമിന്റെ നമുക്ക് ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. ദിസ് മാക്സിം ടിപ്പിക്കലി അപ്ലൈസ് ഇൻ കേസ് ഇൻവോൾവിങ്, നമ്മൾ ഏതൊക്കെ കേസിലാണ് നമുക്ക് ഈ ഒരു മാക്സിം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ടോട്ട് ഓഫ് എ പേഴ്സൺ നാച്ചുറൽ, ടോട്ടിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. എന്ന് വെച്ചാൽ ഈ ലൈക്ക് ലിബൽ, സ്ലാൻഡർ, അസോൾട്ട്. ഈ ലിബൽ എന്ന് പറയുമ്പോൾ നമുക്ക് റിട്ടേൺ ആയിട്ട് ഡീഫെയിം ചെയ്യുന്നതാണ്, അപമാനിക്കുന്നു. സ്ലാൻഡർ ആകുമ്പോൾ എന്താണ്, നമ്മൾ ഓറലി ആരെങ്കിലും മീൻസ് വാ കൊണ്ട് നമ്മൾ ഒരാളെ പറഞ്ഞ് ഡീഫെയിം ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ടോട്ടിൻ്റെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ടിപ്പിക്കൽ ആ ഒരു ഈ മാക്സിമം നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പേഴ്സണൽ ക്ലൈം ഫോർ കോമ്പൻസേഷൻ ഡ്യൂ ടു ഫിസിക്കൽ ഓർ മെൻ്റൽ ഇഞ്ചുറി. ഒന്നുകിൽ ഫിസിക്കൽ അല്ലെങ്കിൽ മെൻ്റൽ ഇഞ്ചുറി, അതിനൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ഫിസിക്കലായിട്ടുള്ള ഇഞ്ചുറി, പിന്നെ മെൻ്റൽ ഇഞ്ചുറി ഒക്കെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മാക്സിമം അപ്ലൈ ചെയ്യാം. പിന്നെ മോറൽ റോങ്സ് അഫക്റ്റിങ് എ ഇൻഡിവിജ്വൽസ് റെപ്യൂട്ടേഷൻ ഓർ ഡിഗ്നിറ്റി. ഇപ്പോൾ ഒരാൾ മനഃപൂർവ്വം എന്താ പറയുക, ആ ആൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ്, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പം സമൂഹത്തിൽ ഒരു നിലയുമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുമ്പം അയാളുടെ എന്ത് ചെയ്യുന്നു, റെപ്യൂട്ടേഷൻ അത് ബാധിക്കുന്നു. അപ്പം അങ്ങനത്തെ കാര്യമൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു മാക്സിമം നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ എന്താണ്, ഈ ഒരു ആക്ഷൻ ബിക്കം ഇറെലവൻറ്റ് അപ്പോൺ ദ ഡെത്ത് ഓഫ് എയ്തർ പാർട്ടി ആസ് ദ കോസ് ഓഫ് ആക്ഷൻ ഇൻഹെറൻ്റ്ലി ടൈഡ് ടു ദ പേഴ്സൺ.
ഏത് പാർട്ടിയാണ് ഈ ഒരു കേസിൽ ഏതെങ്കിലും ഒരു പാർട്ടി മരിച്ചാൽ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു, ആ ഒരു നമുക്ക് കേസ് മുന്നോട്ട് പോകാനുള്ള ഒരു റൈറ്റും അവിടെ വെച്ച് തീരുന്നു. ഇതിന് കുറച്ച് എക്സെപ്ഷൻ ഉണ്ട്. നമുക്ക് എന്താണെന്ന് എക്സെപ്ഷൻ നോക്കാം. എക്സെപ്ഷൻ ടു ദ റൂൾ എന്താണെന്ന് നോക്കാം. ഈ ഒരു മാക്സിമം നമുക്ക് അബ്സല്യൂട്ട് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കാരണം ഓരോ സമയം കഴിയും തോറും എന്ന് വെച്ചാൽ പണ്ട് ഇപ്പം ഈ ഒരു നമുക്ക് ഈ ഒരു മാക്സ് ഇറങ്ങിയ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇതുപോലെ അബ്സല്യൂട്ട് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു. പക്ഷേ അത് ടൈം ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മാക്സ് നമുക്ക് ഫുള്ളി നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അതിലൊരു സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനും ജുഡീഷ്യൽ ഡിസിഷനൊക്കെ കണക്കിലെടുത്ത് നമുക്ക് ഇതിൽ കുറച്ച് എക്സെപ്ഷൻ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്, ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ അവിടെ ഉണ്ട്. അപ്പം ഡാമേജസ് ടു ദ എസ്റ്റേറ്റ് ഓർ ഗുഡ്സ് ഡു നോട്ട് ഡൈ വിത്ത് എ പേഴ്സൺ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എന്താണ് ഡാമേജ് സംഭവിച്ചത് അവരുടെ എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഗുഡ്സ് അവരുടെ വസ്തുവിലോ ആണ് ഒരു ഡാമേജ് സംഭവിച്ചെന്ന് വെച്ചു. അപ്പം അവിടെ ആ ഒരു പേഴ്സൺ മരിച്ചു എന്ന് വിചാരിച്ച് അവിടെ എൻഡ് ചെയ്യുന്നില്ല. അത് എന്ത് ചെയ്യുന്നു, ആൻഡ് ക്യാൻ ബി കണ്ടിന്യൂഡ് ബൈ ഓർ എഗെയിൻസ്റ്റ് ദെയർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് വഴി എന്ത് ചെയ്യുന്നു, അത് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. എന്ന് വെച്ചാൽ അവരുടെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ആണ് അവിടെ ഉണ്ടായത്. ഡാമേജ് ചിലപ്പോൾ അവരുടെ എസ്റ്റേറ്റിനാവാം, അല്ലെങ്കിൽ അവരുടെ ഗുഡ്സിനാവാം, എന്തോ ആയിക്കോട്ടെ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പം ഒരിക്കലും അവിടെ വെച്ച് എൻഡ് ചെയ്യത്തില്ല. ആ ആൾ മരിച്ച അടുത്ത ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആരാണോ അവർക്കെതിരെ എന്ത് ചെയ്യും, കേസ് എടുത്തിട്ട് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ ഇന്ത്യൻ ലോയിൽ അണ്ടർ സെക്ഷൻ 306 നമ്മുടെ ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925 പ്രകാരം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓൾ കോസസ് ഓഫ് ആക്ഷൻ സർവേ ദ ഡെത്ത് ഓഫ് എ പേഴ്സൺ എക്സെപ്റ്റ് ആക്ട് ഫോർ ഡിഫമേഷൻ, അസോൾട്ട് ഓർ അതർ പേഴ്സൺ ഇഞ്ചുറി നോട്ട് കോസിംഗ് ഡെത്ത്. അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് നമ്മുടെ ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925 സെക്ഷൻ 306 പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ ഡീഫമേഷനോ അസോൾട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ഇഞ്ചുറിയോ ഒഴിച്ച് ബാക്കി ഉള്ള എല്ലാ ഇതിനും എന്ത് ചെയ്യുന്നു, സർവൈവ് ചെയ്യും. ബാക്കിയൊന്നും ഡെത്ത് അത് അഫക്റ്റ് ചെയ്യത്തില്ല. അത് നിലനിന്ന് നമുക്ക് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് വഴി നമുക്ക് എന്ത് ചെയ്യാം, കേസ് മുന്നോട്ട് പോകാമെന്നാണ് പറയുന്നത്. ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ. അപ്പം courts have interpreted this maxim with care to the balance the principle of justice and fairness. അപ്പോൾ എന്ത് ചെയ്യണം, കോടതി ഈ ഒരു മാക്സിം ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഒരു കെയർ ഒക്കെ കൊടുത്ത് ബാലൻസ് ചെയ്യണം. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് ജസ്റ്റിസും ഫെയർനെസ്സും ബാലൻസ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഒരുപാട് കേസിൽ ജുഡീഷ്യറി ഹാസ് upheld that if the course of action is more about protecting economic or property rights, then the action can continue even after death. അപ്പോൾ ഒരുപാട് കേസിൽ ജുഡീഷ്യറി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. മീൻസ് അവർ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഈ കോസ് ഓഫ് ആക്ഷൻ നമ്മുടെ എക്കണോമിക്കോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി റൈറ്റിനോ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ, പ്രോപ്പർട്ടി റൈറ്റോ അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കോസ് ഓഫ് ആക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് മരിച്ചതിന് ശേഷം കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറയുന്നത്. However, if it is a purely personal and damages cannot be transferred or measured, the action dies with the person. അപ്പോൾ നമുക്ക് പറയാം, പക്ഷെ നമുക്ക് ഈ ഒരു പേഴ്സണൽ ആൻഡ് ഡാമേജ് ആണ്. ഇപ്പോൾ പേഴ്സണൽ ഡാമേജ് ആണ്, നമ്മൾ നേരത്തെ ഒരു ഡിഫാമേഷൻ, അസോൾട്ട്, അതൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു ട്രാൻസ്ഫർ മരിച്ചു എന്ന് പറഞ്ഞ് നമുക്കത് ഒരിക്കലും അടുത്തൊരു വ്യക്തിയിലോട്ട്, മീൻസ് അടുത്ത വ്യക്തി ആരാണ്, ലീഗൽ റെപ്രസെൻറ്റേറ്റീവിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. മോഡേൺ ലോയിൽ ഇതിൻ്റെ റിലവൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലീഗൽ കോണ്ടെക്സ്റ്റിൽ ദ റിജിഡ് ആപ്ലിക്കേഷൻ ഓഫ് ദിസ് മാക്സിം ഹാസ് ബീൻ റിലാക്സ് ടു പ്രിവെന്റ് ഇൻജസ്റ്റിസ്. അപ്പോൾ നമുക്ക് ഇത് റിജിഡ് ആയിട്ട് ഈ ഒരു ഇത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഈ ഒരു മാക്സിം നമ്മൾ യൂസ് ചെയ്യണം, മീൻസ് അത് അപ്ലൈ ചെയ്യാണ്. എന്നാൽ ഒരുപാട് എന്ത് ചെയ്യാം, ഇൻജസ്റ്റിസ് ആയിപ്പോൾ നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ ഈ ഒരു കറക്റ്റ് മാക്സിം പോലെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വസ്തു പ്രോപ്പർട്ടി റിലേറ്റ് ചെയ്ത കാര്യം വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് എക്സെപ്ഷൻ ഒക്കെ വന്നത് എപ്പോഴാണ്, ഓരോ ഇതുപോലെ ജുഡീഷ്യൽ ഇന്റർപ്രിട്ടേഷൻ വന്ന സമയത്താണ് എക്സെപ്ഷൻ ഒക്കെ വന്നത്. അപ്പോൾ ലോ ഹാവ് ഇവോൾവ്ഡ് ടു allow claims such as wrongful death or survival action, particularly where the depend on the families are affected. അത് ഓരോ കേസും ഓരോ എങ്ങനെയാണ് കേസിന്റെ ഫാമിലിക്ക് എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും ഈ ഒരു മാക്സിമം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ഒരു മോഡേൺ ട്രെൻഡ് അനുസരിച്ച് toward the limiting the application of this maxim to truly personal injuries only. നമുക്ക് പേഴ്സണൽ ഇഞ്ചുറീസിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു മാക്സിം നമുക്ക് എല്ലാ കേസിലും അപ്ലൈ ചെയ്യണമെന്നില്ല. അതിപ്പോൾ ഓരോ കേസിന്റെ അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ആ ഒരു വ്യക്തി ചിലപ്പം ഇപ്പൊ ഡിഫെയിം ചെയ്തെന്ന് വെച്ചോ, ചിലപ്പോൾ അത് അത്രയ്ക്കും
അയാളെ ബാധിച്ചു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഈ ഒരു മാക്സിം പറയുന്ന പോലെ നമുക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണമെന്നുമില്ല. ചിലപ്പോൾ അത് ഇൻജസ്റ്റിസ് കൊണ്ടുവരും. അപ്പം അത് ഓരോ കേസിന്റെ ഇതുപോലെ ഇരിക്കും എന്നാണ് മോഡേൺ ലോയുടെ റിലവൻസിൽ പറയുന്നത്. നമുക്ക് ഈ ഒരു പോർഷൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറയാം? പേഴ്സണൽ ഇഞ്ചുറീസ് ലൈക്ക് ഡീഫാമേഷൻ, അസോൾട്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മാക്സ് അപ്ലൈ ചെയ്യാം. അതർവൈസ് ഈ ഒരു കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ അതുപോലെ പ്രോപ്പർട്ടി റിലേറ്റഡ് കാര്യം വരുമ്പോൾ നമുക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു കൺക്ലൂഷനിൽ ആക്ച്വൽ പേഴ്സണാലിസ് മുറിച്ചിർക്കും പേഴ്സണ എന്ന് പറയുമ്പോൾ എന്താണ്? പ്യൂർലി നമുക്ക് ഒരു പേഴ്സണൽ ലീഗൽ ക്ലെയിം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഒരാൾ മീൻസ് മരിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ അവസാനിക്കുന്നു എന്ന് പറയാം. പിന്നെന്താണ് കുറച്ച് നമുക്ക് എക്സെപ്ഷൻ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കണം. പിന്നെ ഒരു മോഡേൺ റിലവൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അത് നമുക്ക് പക്ഷെ ഒരിക്കലും നമുക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ഡിഫമേഷൻ ഇങ്ങനത്തെ കേസൊക്കെയാണ് അത് പ്യുവർലി പേഴ്സണൽ ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ കൺക്ലൂഡ് ഉള്ളതേ ഉള്ളൂ. പിന്നെ അതിലൊരു കേസ് നമുക്ക് എഴുതാൻ പറ്റുന്ന വെച്ചാൽ അശ്വിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നൊരു കേസാണ്. അതിൽ ഫാക്ട് എന്താണ്? എ സ്യൂട്ട് ഫോർ ഡിഫമേഷൻ വാസ് ഫൈൽഡ്. ഒരു ഡിഫമേഷൻ്റെ ഒരു സ്യൂട്ട് നമ്മൾ ഫയൽ ചെയ്തു. ബട്ട് ദ പ്ലൈൻറ്റിഫ് ഡൈഡ് ബിഫോർ ദ ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റിന് മുന്നേ എന്ത് ചെയ്തു? കേസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ ജഡ്ജ്മെന്റ് വരുന്നതിന് മുന്നേ ആ പ്ലെയിൻറ്റിഫ് മരിച്ചു, വാദി മരിച്ചു. അപ്പം ബോംബെ ഹൈക്കോർട്ട് റൂൾ ചെയ്ത് എന്താണ്? എ ഡിഫമേഷൻ സ്യൂട്ട് ഇസ് പേഴ്സണൽ ആക്ഷൻ. ഒരു പേഴ്സണൽ ആക്ഷൻ ആണ്. ഇപ്പം എന്നെ ഒരു വ്യക്തി ഇപ്പം എന്തെങ്കിലും ഒരു സ്ലാൻഡർ വഴി അല്ലെങ്കിൽ ലിബൽ വഴി മീൻസ് റിട്ടേൺ വഴി ഓറൽ വഴിയോ എന്തെങ്കിലും ഓറലി ഡിഫെയിം ചെയ്തു. അപ്പം ഞാനാണ് അപ്പോൾ വാദി. ഞാനൊരു കേസ് കൊടുത്തു. ആ സമയത്ത് ജഡ്ജ്മെന്റ് വരുന്നതിന് മുന്നേ ഞാൻ അങ്ങ് മരിച്ചു. അപ്പൊ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? അവിടെ വെച്ച് ആ കേസ് തീരുവാണ്. ഈ ഒരു കേസിലും അങ്ങനെയാണ് സംഭവിച്ചത്. ബോംബെ ഹൈക്കോർട്ട് റൂൾ ദാറ്റ് ഡിഫമേഷൻ സ്യൂട്ട് ഇസ് എ പേഴ്സണൽ ആക്ഷൻ ആൻഡ് കനോട്ട് ബി കണ്ടിന്യൂഡ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ അഗ്രീഡ് പേഴ്സൺ. അഗ്രീഡ് പേഴ്സൺ മരിച്ചാൽ അവിടെ വെച്ച് അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മീൻസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, അവിടെ വെച്ച് അത് അവസാനിക്കും. അപ്പോൾ ഈ ഒരു കേസ് എന്താണ്? ഡയറക്റ്റ് ആപ്ലിക്കേഷൻസ് മാക്സിമം ഈ ഒരു കേസ് നമുക്ക് ഡയറക്റ്റ് ഈ ഒരു മാക്സിമം നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഇതിൻ്റെ ലിമിറ്റേഷൻ നമ്മൾ പഠിച്ചത് ഏതാണ്? സെക്ഷൻ 306 അണ്ടർ ദ ഇന്ത്യൻ സക്സഷൻ ആക്ട് 1956 പ്രകാരമാണ്, 1925 പ്രകാരമാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യമുള്ളൂ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളൊരു മാക്സിമമാണ്. ജസ്റ്റ് 1-2 പ്രാവശ്യം നിന്ന് ജസ്റ്റ് കേട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ നിങ്ങൾ എന്ത് ചെയ്യുക? അറിയിക്കുക.